നമസ്കാരം, ഞാൻ പ്രവീൺ ആർ.സി. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഒരു ഐറ്റമാണ്. നമ്മുടെ മലയാളം യൂട്യൂബ് ചാനൽസിൽ വളരെ കുറവ് മാത്രം കണ്ടിട്ടുള്ള ഒരു ഐറ്റത്തെക്കുറിച്ച് റിവ്യൂ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മരം മുറിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക്കാണ്. അതുപോലെ അതിൻ്റെ ഡെയിലി വേജസും നല്ല വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടിൽ തന്നെ മുറിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ചെയിൻ സോയാണ്. ഈ ചെയിൻ സോ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ആദ്യം വിചാരിക്കുന്ന ഇതിനെക്കുറിച്ച് ഇപ്പോൾ എന്തോ പരിചയപ്പെടുത്താതിരിക്കുന്നത്. പക്ഷേ ഇത് സാധാരണ ഒരു ചെയിൻ സോ അല്ല, ഇത് ആംഗിൾ ഗ്രൈൻഡർ ചെയിൻ സോയാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന ആംഗിൾ ഗ്രൈൻഡറിൽ കൂടി ഫിറ്റ് ചെയ്യുന്ന ഒരു അസംബ്ലിയെക്കുറിച്ചാണ് ശരിക്കും ഇതിൻ്റെ റിവ്യൂ. ഇതെന്ന് പറയുന്നത് രണ്ട് മെഷീനാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ആംഗിൾ ഗ്രൈൻഡർ ചെയിൻ സോ ആണ് ഇതിൻ്റെ വർക്കിങ്ങും, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം, യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രൊഫഷണലായിട്ടല്ലെങ്കിൽ കൂടി നമ്മുടെ വീട്ടിലെ വലിയ മരങ്ങളൊക്കെ മുറിക്കാനായിട്ട് ഇത് എന്തായാലും സഹായിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിങ്ങും, ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് എത്ര രൂപയാണ്, എങ്ങനെ എവിടെ നിന്ന് വാങ്ങിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ചെയിൻ സോ. ജെമിനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ്, ചൈനീസാണ്. നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെ ആക്സസറീസ് ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങളെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് പുറത്തെടുത്ത് വെച്ച് നോക്കാം, സംഭവം എന്തൊക്കെയുണ്ടെന്ന് അറിയാനായി. ഇതാണ് മെയിൻ സാധനങ്ങളിലെ ഒന്ന്. ചെയിൻ സോയിൽ ഈ കട്ടിങ്ങിൻ്റെ ബ്ലേഡ് അല്ലെങ്കിൽ ആ ഒരു ചെയിൻ ൻ്റെ നീളം വരുന്നത് ഇതിലാണ്. ഇത് ഒരു 16 ഇഞ്ച് നീളമല്ല, നല്ല തിക്കായിട്ടുള്ളൊരു മെറ്റൽ പീസാണ്. ഇത് അതിൻ്റെ ഹൗസിംഗ് ആണ്. ഇതാണ് നമ്മൾ ഗ്രൈൻഡറിൽ ഫിറ്റ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ടാങ്കാണ്. ടാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ചെയിൻ റൺ ചെയ്യുമ്പോഴത്തേക്കും ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന ഓയിൽ ഒഴിക്കാനായിട്ട് ഉള്ള ടാങ്കാണ് ഇത്. പിന്നെ വരുന്നത് ചെയിനാണ്. ഈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് മെറ്റലായിട്ടുള്ള നല്ല കാർബണൈസ്ഡ് മെറ്റലാണ്. ഇത് നല്ല ബലമുള്ള ഒരു ഹാൻഡിലാണ്. ചെറുതാണെങ്കിലും നല്ല ബലമുള്ള നമുക്ക് ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഹാൻഡിലാണത്. കൊള്ളാം സാധനം. പിന്നെ ഇതെല്ലാം കൂടി വെച്ച് സെറ്റ് ചെയ്യുന്ന ഒരു ക്യാപ്പ് പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ കൈ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് തടിയിലെ സാധനങ്ങളൊന്നും അടിക്കാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെറ്റൽ പ്രൊട്ടക്ടറാണ്. പിന്നെ കുറച്ച് സംഭവങ്ങളോടെയുണ്ട്. ഇത് വാഷറാണ്. വാഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൈൻഡർ അതുമായിട്ട് സെറ്റ് ചെയ്യുന്ന വാഷർ. പിന്നെ കുറച്ച് നട്ട് ബോൾട്ട് കാര്യങ്ങൾ, വാഷേഴ്സ്, അഡ്ജസ്റ്റിംഗ് സ്ക്രൂ. ഇത് പൊളി സാധനമായിട്ടാണ്. ഇത് പുള്ളിയാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ അകത്ത് വരുന്നൊരു ഗിയറാണ് ഈ ചെയിൻ റൺ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഒരു അലൻ കീ തന്നിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് അലൻ സ്ക്രൂവും ഉണ്ട്. രണ്ടും കൂടി ചേർന്നൊരു സംഭവം. ഇനി അടുത്ത ഞാൻ എടുക്കുന്നത് BLACK+DECKERൻ്റെ ഒരു ഗ്രൈൻഡറാണ്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇത് ശരിക്കും ഇലക്ട്രിക്കാണ്, മറ്റേ ബാറ്ററി ഓപ്പറേറ്റഡ് അല്ല, ഇലക്ട്രിക്കാണ്. ഇത് 650 വാട്ട്സിൻ്റെ ഒരു ഗ്രൈൻഡറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 650 വാട്ട്സിൽ തന്നെ ഇത് 12,000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതും ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ശരിക്കും 2 സാധനങ്ങളാണ് ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഗ്രൈൻഡറിൽ പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഒരു ഗ്രൈൻഡർ കിട്ടില്ല സാധനമായിട്ടാണ്. നമ്മളുടെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ല പവർഫുൾ സാധനമാണ്. വെയിറ്റൊക്കെ വളരെ കുറവാണ്, കയ്യിൽ നല്ല സ്റ്റഡി ആയിട്ടിരിക്കുകയും ചെയ്യും. പ്ലാസ്റ്റിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ചാണ്. അത് ഞാൻ എന്തായാലും എടുത്ത് പറയാം. ഇതിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഇത് 650 വാട്ട്സേ ഉള്ളെങ്കിലും 12,000 RPM ആണ്. കയ്യിൽ ഒതുങ്ങിയിരിക്കും. ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോലെ അല്ല. ഇതിൻ്റെ ഒരു സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആ ബ്രഷൊക്കെ ഈസി ആയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. ഹൗസിങ്ങൊക്കെ നല്ല പൊളി സാധനം.
പ്രൊട്ടക്റ്റീവ് ഷീൽഡ് വരുന്നുണ്ട്. വേറൊന്നുമില്ല പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഈ ഒരു സ്വിച്ചിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ ഈ ഡിവോൾട്ട് പോലെയുള്ള കമ്പനികളുടെ എല്ലാത്തിൻ്റെയും സ്വിച്ച് ബാക്കിലാണ് വരുന്നത്. ഇതിൻ്റെത് ഇവിടെയാണ്. അത് നമുക്ക് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് ഈ സ്വിച്ച് വർക്ക് ചെയ്യിപ്പിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലത്. നമുക്ക് കട്ട് ചെയ്യുക എടുക്കുക ആ ഒരു രീതിക്ക് നമുക്കിത് യൂസ് ചെയ്യാം. ലോക്ക് ചെയ്ത് സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും, ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്യാനും പറ്റും. ഡിവോൾട്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇവിടെയാണ് വരാറുള്ളത്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് കഴിഞ്ഞ ശേഷം സ്ലിപ്പാവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് അതിൻ്റെ വളരെയധികം സേഫ്. പിന്നെ ഒരു ലോക്കിംഗ് സിസ്റ്റമൊക്കെയാണ് ഉള്ളത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അസംബ്ലി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഈ വാഷറാണ്. ആയിട്ട് സ്റ്റേബിളായിട്ട് ഇരിക്കാനായിട്ടാണ് ഈ വാഷർ ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ആ വാഷർ ഒന്ന് ഇട്ടതിന് ശേഷം റബ്ബർ വാഷറാണ്, അത് കുറച്ച് എലാസ്റ്റിക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏതെങ്കിലും ഗ്രൈൻഡറിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് റിക്കവറായി പോകാനും അല്ലെങ്കിൽ അതൊന്ന് കവറായി പോകാനുമാണ് ഈ വാഷർ ഇട്ടതിന് ശേഷം ഇനി ഇടാനുള്ള നമ്മുടെ പുള്ളിയാണ്. പുള്ളി നല്ല വെയിറ്റുള്ള ഒരു അടിപൊളി ഗിയറാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഗ്രൂവിൽ കയറുന്ന രീതിക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഈ ടോപ്പ് എടുത്ത് വെച്ചിരുന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ സെൽഫായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ആ ലോക്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൈ കൊണ്ട് വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ ടൂൾ ഉപയോഗിച്ച് തന്നെ ടൈറ്റ് ചെയ്യാം. അടുത്തത് ഈ ഒരു ഷീൽഡ് വയ്ക്കുക എന്നുള്ളതാണ്. ഷീൽഡ് വയ്ക്കുന്നതിന് മുമ്പ് ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഓയിൽ ആദ്യമേ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ലൂബ്രിക്കേഷൻ ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. വിചാരിച്ച കണക്കണം, നല്ല വെയിറ്റാണ് ഈ സാധനം. നമുക്കതിൽ ചെയിൻ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയിനിൻ്റെ ടിപ്പ് കട്ട് ചെയ്യുന്ന ഭാഗം ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മുടെ ആ ഒരു യൂസർ മാനുവലിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ചെയിൻ വയ്ക്കുമ്പോൾ യൂസർ മാനുവലൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ചെയിൻ വയ്ക്കും, അത് പുറത്താണ് ഏറ്റവും അവസാനം കൊടുത്തിരിക്കും. ഉണ്ടോ ഈ ചെയിനിൻ്റെ ഈ ഒരു സംഭവം അത് ആ ഒരു ആംഗിളിൽ തന്നെ വെക്കണം. കാര്യം ഇത് കട്ട് ചെയ്ത് പോകാനുള്ള ഒരു അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ വയ്ക്കാം. നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ്, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം. ഹൗസിങ് സെറ്റ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ആദ്യം ഈ 2 സ്ക്രൂ നല്ല രീതിക്ക് ലൂസാക്കണം. മുഴുവൻ ഇളക്കി എടുക്കണമെന്നില്ല. ലൂസാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഗ്രൈൻഡറിലോട്ട് ആ വാഷറിൻ്റെ പുറത്ത് വെച്ച് ടൈറ്റ് ചെയ്യണം. ഈ സ്ക്രൂസൊക്കെ നല്ല ഹെവി ഡ്യൂട്ടിയാണ്. ഇത് അലൂമിനിയം അലോയ് കാസ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഹൗസിങ് നല്ല സ്ട്രോങ് ആണ്, ലൈറ്റ് വെയ്റ്റുമാണ്. അലങ്കി വെച്ചിട്ട് നമുക്കത് ടൈറ്റ് ചെയ്യാം. ഞാൻ ശരിക്കും ഈ അലങ്കിയെ വലിയ ഫാനൊന്നുമല്ല, എനിക്കിഷ്ടമല്ല ഈ അലങ്കി. എന്തോ എൻ്റെ നല്ല ഇതിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ചെയ്യുന്നതായിരിക്കും. ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പുള്ളിയുടെ ഇടയിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഗ്രീസും കൂടി തേച്ചിട്ടുണ്ട് അതിൽ. അടുത്ത് വയ്ക്കേണ്ട ഈ ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ആണ്. ഇത് വയ്ക്കുന്നതിനൊരു ടെക്നിക്കുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം വയ്ക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു പോർഷനിലാണ് വരാറ്. അത് ആദ്യം ഫുൾ അൺസ്ക്രൂ ചെയ്യണം, ഊരിയെടുക്കണ്ട, എന്നാലും മാക്സിമം അൺസ്ക്രൂ ചെയ്തതിന് ശേഷം ലൂബ്രിക്കേറ്റ് ചെയ്യാം.
ഈ പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഈ സ്ക്രൂസും വാഷറും എല്ലാം നമ്മുടെ അടുത്ത് തന്നെ വെച്ചേക്കണം. ഒരാളാണ് ഇതിലൊന്ന് സെറ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരാൾ കൂടി ഹെൽപ്പിനുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ പുള്ളി ഈ ഒരു ഗിയറിലോട്ട് നമ്മുടെ ചെയിൻ പതിയെ പിടിച്ചിടാം. ഷാർപ്പാണ്, വളരെ സൂക്ഷിക്കുക. അടുത്തത് ഈ സ്ക്രൂ ഒന്ന് ശ്രദ്ധിക്കുക. സ്ക്രൂവിൽ ഒരു ചെറിയ ഗ്രൂ ഉണ്ട്. ആ ഗ്രൂ കറക്റ്റ് ഗ്രൂവിലോട്ട് കയറിയിരിക്കുന്ന രീതിക്ക് വേണം സ്ക്രൂ സെറ്റ് ചെയ്യാനായിട്ട്. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോയൊക്കെ വരും, 1.5-2 കിലോയൊക്കെ വരും. അടുത്തത് ഈ ഒരു കവർ സെറ്റ് ചെയ്യണം. കവർ സെറ്റ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ വാഷറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ബോൾട്ട് എടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാതെ പ്രൊട്ടക്റ്റീവ് കേസ്. ഇത് നല്ലതാണ്. തടിയിലെ കഷ്ണങ്ങളൊന്നും നമ്മുടെ കയ്യിൽ വന്നടിക്കത്തില്ല. ജസ്റ്റ് ഒന്ന് വെറുതെ കയറ്റി വെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇത് ഇളകി വരാതിരിക്കാനായിട്ട് ഒരു ഹാൻഡ് ടൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട് ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ആണ് നമ്മൾ ഇനി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അത് ഫുൾ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഹൗസിങ് ഫുൾ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചെയിൻ ടൈറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ആദ്യമേ ഫുൾ ടൈറ്റ് ചെയ്തു. അതുകൊണ്ട് ഈ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ലൂസ് ചെയ്തതിന് ശേഷം ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റൺ ചെയ്ത് നോക്കുക. ചെയിൻ്റെ ആ ഒരു പ്ലേ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് പ്ലേ ഒന്നും ഇല്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഹൗസിംഗ് ഒന്ന് കംപ്ലീറ്റ് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ചെയ്യണം. ഓവറായിട്ട് ടൈറ്റായി പോകാനും പാടില്ല. നല്ല ഫ്രീ ആയിട്ട് റൺ ആവണം. ഓക്കെ, നല്ല റണ്ണിങ്ങുമാണ്. എന്നാൽ ചെയിൻ ആ റെയിലിൻ്റെ അകത്തുകൂടി തന്നെ റണ്ണാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ചെയിൻ ഓക്കെ, നല്ല രീതിക്ക് റണ്ണാവുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിക്കാനായിട്ട് ഞാൻ സാധാരണ വണ്ടിയുടെ മോട്ടോർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നോർമലി പാം ഓയിൽ വരെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാലും മോട്ടോർ ഓയിലായിരിക്കും നല്ലത്. കറക്റ്റ് ലൂബ്രിക്കേഷൻ കിട്ടും. ഈ ഒരു അടപ്പെടുത്ത് അടയ്ക്കുക. നമ്മുടെ ഈ ഒരു ചെയിൻസോ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഹാൻഡിൽ വയ്ക്കണം. ഹാൻഡിൽ വയ്ക്കാനായിട്ട് ഹാൻഡിൽ കുറച്ച് ചെറുതാണ്. ടൈറ്റ് ചെയ്യുക. 2 സൈഡിലും ഹാൻഡിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയും ഫിറ്റ് ചെയ്യാം, താഴെയും ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ചെയിൻസ് എല്ലാം പക്ക സെറ്റായിട്ടുണ്ട്. നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മരമാണ് നമ്മളിന്ന് മുറിക്കാൻ പോകുന്നത്. ഇത് നല്ല വലിയൊരു, നമ്മുടെ നാട്ടിൽ വട്ടത്താമര എന്നാണ് പറയുന്നത്. പലയിടത്തും പല പേരാണ്. അപ്പോൾ കണ്ടാൽ മനസ്സിലാവും നല്ല തിക്കായിട്ടുള്ളൊരു മരമാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ മുറിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് മുറിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റേബിളായിട്ട് നിന്ന് വേണം മുറിക്കാനായിട്ട്. അപ്പോൾ അതിന് പറ്റുന്ന രീതിക്ക് വേണം നമ്മൾ നിൽക്കാൻ. അപ്പോൾ കണ്ടാൽ മനസ്സിലാവും. നല്ല സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന വലിയ ഇതാവുന്ന വട്ടത്താമര തന്നെയുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തിക്നെസ് ഒരു 6 ഇഞ്ചെങ്കിലും വരും. 6 അല്ല, ഒരു 6.5 ഇഞ്ചൊക്കെ വരുന്ന ഒരു നല്ലൊരു വട്ടത്താമരയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇന്ന് മുറിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മെഷീനൊക്കെ ആയിട്ട് പോരാം.
അപ്പോൾ ഞാനിവിടെ ഉള്ള 2-3 മരം കൂടി കുറച്ച് മുറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഈ 2 പ്രോഡക്റ്റ് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ബ്ലേഡിന് എനിക്ക് ഏകദേശം 900 രൂപയും ഗ്രൈൻഡറിന് എനിക്ക് 1500 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും സൂപ്പറായിട്ട് ഈ ഒരു മരം മുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല, ഇത് നല്ല എളുപ്പമാണ് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെയിൻ്റെ അവിടെ വരുന്ന അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അത് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ മരം മുറിക്കാനായിട്ടേ ഒരു ടെക്നിക്കുണ്ട്, അത് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് കുറേശ്ശെ മനസ്സിലാക്കിയെടുക്കും. പിന്നെ യൂട്യൂബിൽ ഞാൻ നോക്കി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. എന്തായാലും നമ്മളൊരു വെട്ടുകത്തിയിട്ട് വെട്ടി മുറിക്കുന്നതിൻ്റെ ഒന്നും വളരെ 10 അല്ലെങ്കിൽ 100% എഫേർട്ട് മാത്രം മതി ഇത് ശരിയാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി കാണാം. അതുവരേക്കും